ഓം ശാന്തി. 11/3/2025 ബാബ ഇന്ന് പറഞ്ഞ ഇതാണ്: മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ സുഖവും ശാന്തിയും നിറഞ്ഞ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ. ശാന്തിധാമത്തിലും സുഖധാമത്തിലും തന്നെയാണ് ശാന്തിയുള്ളത്. ചോദ്യം: ഈ യുദ്ധമൈതാനത്തിൽ മായ ഏറ്റവും ആദ്യം ഏത് കാര്യത്തിലാണ് യുദ്ധം ചെയ്യുന്നത്? ഉത്തരം: നിശ്ചയത്തിൻ്റെ കാര്യത്തിൽ. മുന്നോട്ടു പോകുമ്പോൾ നിശ്ചയം കുറയുന്നത് കാരണം മായയോട് തോറ്റുപോകുന്നു. സർവരുടെയും ദുഃഖം ഇല്ലാതാക്കി സുഖം നൽകുന്നവനായ ബാബ നമുക്ക് ശ്രീമതം തന്നുകൊണ്ടിരിക്കുന്നു. ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും മായയോട് തോൽക്കില്ല. ധാരണയ്ക്കുള്ള പോയിന്റ്: 1. നഷ്ടോമോഹിയായി ബാബയെ ഓർമ്മിക്കണം. കുടുംബത്തിൽ ഇരുന്നും വിശ്വത്തിൻ്റെ അധികാരിയാകുന്നതിന് പരിശ്രമിക്കണം. അവഗുണങ്ങളെ ഉപേക്ഷിക്കണം. 2. പോയിന്റ്: തൻ്റെ പെരുമാറ്റം അങ്ങനെയുള്ളതായിരിക്കണം. അത് കണ്ട് എല്ലാവരും ഫോളോ ചെയ്യണം. യാതൊരു വികാരവും ഉള്ളിൽ ഉണ്ടായിരിക്കരുത്. ഇത് പരിശോധിക്കണം. വരദാനം: ഡബിൾ സേവനത്തിലൂടെ അലൗകിക ശക്തിയുടെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്നവരായ വിശ്വസേവാധാരിയായി ഭവിക്കൂ. ഏതുപോലെ ബാബയുടെ സ്വരൂപം തന്നെ വിശ്വസേവകൻ, അതുപോലെ താങ്കളും വിശ്വസേവാധാരിയാണ്. ശരീരത്തിലൂടെ സ്ഥൂല സേവനം ചെയ്യുമ്പോഴും മനസ്സിലൂടെ വിശ്വപരിവർത്തനത്തിൻ്റെ സേവനം ചെയ്യുന്നതിൽ തൽപരരാകൂ. ഒരേ സമയം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുമിച്ച് സേവനം ചെയ്യണം. ആരാണോ മനസ്സാ സേവനവും കർമ്മണാ സേവനവും ഒപ്പം ചെയ്യുന്നത് അവരെ കാണുന്നവർക്ക് ഈ അനുഭവം അല്ലെങ്കിൽ സാക്ഷാത്കാരം ലഭിക്കും. ഏതോ അലൗകിക ശക്തി ഇവരിലുണ്ട്. അതിനാൽ ഈ അഭ്യാസത്തെ നിരന്തരവും സ്വാഭാവികവുമാക്കി മാറ്റൂ. മനസ്സാ സേവനത്തിനു വേണ്ടി വിശേഷിച്ചും ഏകാഗ്രതയുടെ അഭ്യാസത്തെ വർദ്ധിപ്പിക്കൂ. സ്ലോഗൻ: സർവരുടെയും ഗുണഗ്രാഹിയാകൂ, എന്നാൽ ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യൂ. ഓം ശാന്തി.